വോട്ടെണ്ണി ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ, പിന്നെയാകാം ആര് നയിക്കുമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് വെളിവുണ്ടായിരിക്കുന്നു. വെള്ളിയാഴ്ചയും വ്യവസ്ഥയും വന്നിരിക്കുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. കെ സുധാകരൻ വലിയ നേതാവാണ്. കണ്ണൂരിലെ ജിഹ്വാണ്, സിംഹമാണ്, പുലിയാണ്, കടുവയാണ്, ടൈഗറാണ്, എല്ലാമാണ്. പക്ഷെ പക്വത വേണ്ടേ? അദ്ദേഹം വരികൾക്കിടയിൽ കൂടി കെ സി വേണുഗോപാലിനെ തള്ളിമറിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് കെ സുധാകരൻ ചെയ്ത് ശരിയായില്ല, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്തായിരുന്നു, ഈ പണിയണ്ടായിരുന്നു എന്ന് രമേശ് ചെന്നിത്തലയും പറയാതെ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ അനാവശ്യമാണ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. അതായത് കുഞ്ഞ് പിറക്കട്ടെ, വോട്ടെണ്ണിയ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. വോട്ടെണ്ണൽ കഴിയാതെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കോൺഗ്രസ് ഇന്ത്യയിലൊരു പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. കേരളത്തിൽ തന്നെ എത്രയോ തവണ മുഖ്യമന്ത്രിമാരൊരു തർക്കവും വഴക്കവും ഒക്കെ വന്നിട്ട് എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രിമാരെ വെച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആയ സമയത്തും ചില തർക്കങ്ങളും കാര്യങ്ങളും ആരാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ. എല്ലാ കാലത്തും അങ്ങനെ ആന്റണി കരുണാകരൻ്റെ കാലത്തും ഒക്കെ ഇങ്ങനെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള തർക്കങ്ങൾ. പക്ഷേ അതൊരു ഒരു ദിവസം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമവായത്തിലൂടെ അതങ്ങ് പരിഹരിക്കും. ചിലപ്പോൾ ഒരാഴ്ച 4 ദിവസം തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ കൂടി അതങ്ങ് പരിഹരിക്കും. അങ്ങനെയാണല്ലോ ഒരു രീതിശാസ്ത്രം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് ഓരോരുത്തർക്ക് അനുകൂലമായി പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായവും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളിൽ തനിക്ക് താല്പര്യമില്ല, താൻ ആരെയും പിന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും ആരെയും വച്ചിട്ടുമില്ല. കേരളത്തിലെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ചെന്നിത്തല വളരെ ശക്തമായ രീതിയിലാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇടപെടാൻ പാടില്ല. സോഷ്യൽ മീഡിയ ആണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ? അതിനൊരു സംവിധാനമുണ്ട്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതും സർക്കാർ ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടൊന്നുമല്ല. അതിന് വ്യവസ്ഥാപിതമായ ഒരു രീതി സമ്പ്രദായമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെൻറ്റ് അംഗങ്ങൾ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെല്ലാം അവിടെ കൂടിയിരിക്കും. അവരുടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായാൽ ആ സമന്വയം ഉണ്ടായത് കേന്ദ്രത്തെ അറിയിക്കും. ഇനി സമന്വയം ഉണ്ടായില്ലെങ്കിൽ അതും കേന്ദ്രത്തെ അറിയിക്കും. അവസാനം കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര സമിതിയിൽ നിന്ന്, ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പേര് പറയും, അത് അനൗൺസ് ചെയ്യും. ഇതാണല്ലോ രീതി. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ഹൈക്കമാൻഡാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റേതായ ഒരു വ്യവസ്ഥാപരമായ രീതിയുണ്ട്, സമയമുണ്ട്, കാലമുണ്ട്, ഒരു മെത്തേഡുണ്ട്, മെത്തഡോളജി ഉണ്ട്. എന്തിനാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതിനു മുമ്പ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. ഞാനടക്കം ആരും അത്തരം കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരം വിവാദങ്ങളിലില്ലാതെ മാറി നിൽക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല ജാമ്യം എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടോ കൂട്ടാളികളെ കൊണ്ടോ ഒന്നും അദ്ദേഹം ഇതൊന്നും ചെയ്യിക്കുന്നില്ല. ഒരു വിവാദത്തിനും ഒരു പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. ജനങ്ങൾക്കും പ്രവർത്തകർക്കും ഉണ്ടാകുന്ന ദുഃഖമുണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. ആളുകൾക്ക് സങ്കടം ഉണ്ടാകും. കാര്യം വോട്ട് ചെയ്യുന്ന മറിയത് എന്തോന്നാണ് ചക്രവർത്തി പോരാട്ടം, 3 നേതാക്കളും തമ്മിൽ കിടന്ന് അടിക്കുന്നത്. ഇതൊരു ദേശീയ പ്രസ്ഥാനമല്ലേ, ഒരു നാഷണൽ പാർട്ടിയല്ലേ? എന്താണ് ദേശീയ തലത്തിൽ എന്താണ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ? അന്തിമ തീരുമാനമെടുക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് എല്ലാവരും അംഗീകരിക്കുകയും അതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം. വിവാദങ്ങളും എല്ലാം ഒഴിവാക്കണമെന്നാണ്. സുധാകരൻ തൻ്റെ നല്ല സുഹൃത്താണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. വിവാദങ്ങൾ വേണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്യും. ഇതിന് അതിൻ്റേതായ രീതികളുണ്ട്. കോൺഗ്രസിൽ ഒന്നിനും ഒരു തർക്കത്തിനും ബഹളത്തിനും ഒരു അർത്ഥവുമില്ല. കാരണം അതെല്ലാം വേണമെന്നുള്ളത് എന്തെല്ലാം വേണമെന്ന് എപ്പോൾ വേണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതിക്കും ഹൈക്കമാൻഡിനും ഉണ്ട്. ഭൂരിപക്ഷം കിട്ടണം. ആദ്യം കിട്ടിക്കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു കാരണവശാലും തർക്കമുണ്ടാക്കരുതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ആ പറയുമ്പോഴും VD സതീശൻ്റെ ആളുകൾ സോഷ്യൽ ഗ്രൂപ്പിൽ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നേരിട്ട് അയക്കുന്നു, അല്ലാതെ അയക്കുന്നു. കരുനാഗപ്പള്ളി മഹേഷിനെ പോലെയുള്ളവർ ആലുങ്ക വഴുക്കുമ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിഹാസ രൂപത്തിൽ വരുന്നു. പഴകുളം മധു വരുന്നു, ദീപ്തി മേരി വർഗീസ് വരുന്നു, ജബി മെത്തർ വരുന്നു, ഷീബ രാമചന്ദ്രൻ വരുന്നു. വനിതകൾ ഒന്നടങ്കം ഇങ്ങനെ കയറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ നേതാക്കൾക്ക് വേണ്ടിയും പുട്ടിന് പീഴയിടും പോലെ തേങ്ങയിടും പോലെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ജയിച്ചിട്ട് നിങ്ങൾ MLA-മാർ കൂടിയിരുന്ന് കാര്യങ്ങൾ ആലോചിക്കൂ. അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തർക്കം തീർന്നില്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ഇടപെടുത്തൂ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിക്കൂ. ഇതൊക്കെ ഒരു വെള്ളിയാഴ്ച വ്യവസ്ഥയുമുള്ളൊരു പാർട്ടിയല്ലേ? വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടി എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന തെരുവിൽ കടന്ന്, മാർക്കറ്റിൽ കടന്ന് പരസ്പരം പോരടിച്ച് ഏതാണ് നല്ലത്? ഇതിൻ്റെ ഇടയ്ക്ക് KC ഗോഡൽ ഡയലോഗ് അടിച്ചിരിക്കുന്നു. 10 വർഷമായിട്ട് ഞാൻ ആരുമല്ല,
നത്തിങ്, ഞാനൊരു വേസ്റ്റ് ആണെന്ന് പലരും പറയുന്നു, പക്ഷേ റിസൾട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നുള്ള നിലയിൽ KCയുടെ വകയായിട്ട് ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഒരു പക്വതയില്ലാത്ത രീതിയിലാണ് നേതാക്കളുടെ പ്രസ്താവനകൾ വരുന്നത്. ഇതൊരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളെല്ലാവരും മൈക്കിന് മുന്നിൽ ബൈറ്റ് കൊടുക്കുന്നു. അങ്ങനെ VM സുധീരൻ ബൈറ്റ് കൊടുക്കുന്നു, സുധാകരൻ ബൈറ്റ് കൊടുക്കുന്നു, മുരളീധരൻ ബൈറ്റ് കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലാവരും രാവിലെ കതർ ഉടുപ്പ് വിട്ട് ഉടയാത്ത മുണ്ട് കൊടുത്ത് 2 ഷർട്ടിൽ 2 പിടിയും പിടിച്ച് അങ്ങോട്ട് ബൈറ്റ് കൊടുക്കുകയാണ്. എന്തൊരു പാർട്ടിയാണിത്? ഇതെന്ത് സംവിധാനമാണ്? ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ജയിച്ച് വരികയാണെങ്കിൽ, അത് 4-ാം തീയതി അറിയാൻ കഴിയുള്ളൂ, വരികയാണെങ്കിൽ നിങ്ങളുടെ മഹത്വവും മേന്മയും കൊണ്ട് മാത്രമല്ല, അപ്പുറത്തുള്ള ആളിനോടുള്ള ശക്തമായ എതിർപ്പും ജനങ്ങളുടെ പ്രതിഷേധവും കൂടി കൊണ്ടാണ് ഇപ്പുറത്തുള്ള ആളുകൾ വരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തിരുന്നു കൊണ്ട് നിങ്ങൾ അപ്പുറത്ത് ഉള്ളവരെ വല്ലതൊക്കെ പറഞ്ഞോളൂ, പക്ഷേ പൊതുജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കരുത്. ജനങ്ങളെ നോക്കിയിട്ട് പല്ലിളിച്ച് കാണിക്കാറുണ്ട്, തടിയിൽ ചെന്നിരുന്നിട്ട് അങ്ങനെ പല്ലിളിച്ച് കാണിക്കരുത്. അത് അണ്ണാൻ മരത്തിൽ കയറുമ്പോൾ മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ ശകലം താഴോട്ട് ഇറങ്ങി ഇരുന്നുകൊണ്ട് ഒരു ചിരിക്കും. അപ്പോൾ വിചാരിക്കും താഴോട്ട് വീണ്ടും വരുമെന്നില്ല, വീണ്ടും മുകളിലോട്ട് കയറും, താഴോട്ട് നോക്കി ചിരിക്കും, മുകളിലോട്ട് കയറും. അത് മുകളിലോട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കോൺഗ്രസ് ജനങ്ങളെ കളിയാക്കരുത്, കൊഞ്ഞനം കുത്തരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വോട്ടുകൾ ആളുകൾ ചെയ്തു പോയി എന്നുള്ള ഒറ്റ കുറ്റത്തിന് നിങ്ങൾ തമ്മിലടിക്കരുത്. ആരാണ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ, ഇനി അത് 3 അല്ല 4-മതൊരാളെയോ നിങ്ങൾക്ക് തീരുമാനിക്കാം, ആരെ വേണോ തീരുമാനിക്കാം. പക്ഷേ അതിന് ഈ ചക്കളത്തിൽ പോരാട്ടം വേണ്ട. കോൺഗ്രസ് അത് മതിയാക്കിയിരിക്കുക, അത് നിർത്തണമെന്നാണ് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി പറഞ്ഞത്. അതും നല്ലൊരു സൂചകമായി എടുത്തുകൊണ്ട് തീർച്ചയായും ഗൗരവമായ രീതിയിൽ നമുക്ക് ഇത് വേണ്ട എന്ന് തന്നെ വയ്ക്കാം. നിങ്ങൾ ആദ്യം ജയിക്കട്ടെ, എന്നിട്ടാകാം ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത്.